അസ്സലാമലൈക്കും. ചുമ്മാ ഫോണും വെച്ചോണ്ടിരിക്കുക, ഒരാവശ്യമില്ല. അത് കാണിച്ചടാ, കാണിച്ചടാ, ഇത് ആരാ കാണിച്ച്? ആരുമില്ല, ചുമ്മാ ഫോർമാലിറ്റി. ഞങ്ങളിപ്പം അയ്യോ സോറി, ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ എത്ര നാളെ വീഡിയോ ഇട്ടിട്ട്? 4-5 മാസമോ? 4-5 മാസമൊന്നും ആയിട്ടില്ല. ശരിയാണ്, ഞാൻ 3 മാസമായി. അപ്പം വീഡിയോ ഇട്ടിട്ട് ഒരു 2-3-4 മാസമാണെന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാതെ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചു. അപ്പം എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ 1 വർഷമായിട്ട്, കറക്റ്റ് 1 വർഷമായപ്പോഴത്തേക്ക് എനിക്ക് കാലിൻ്റെ ഇവിടുന്ന് ഒരു ഇൻഫെക്ഷൻ പോലെ വന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കൂട്ടിക്കയറേണ്ട വന്നു. അതുകൊണ്ട് വണ്ടി ഓടുന്നുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് ചാനലില്ലെന്നേ ഉള്ളൂ. വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കിടപ്പിലായിപ്പോയി. സർജറി ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം വീട്ടിലേക്ക് പോവുക. സർജറി മിനിഞ്ഞാന്നായിരുന്നു കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഇതിപ്പോൾ ഞങ്ങൾ തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലാണ്. 2-3 ദിവസമായി. അപ്പം അതിന് വേണ്ടിയാണ് ഇപ്പം വീഡിയോ. എന്തോ വീഡിയോ ഇട്ട് 1 മാസമോ? വീഡിയോ ഇട്ടിട്ട് 1 മാസമായി. ഞാൻ വീട്ടിൽ കിടന്നിട്ട് 2 മാസമായല്ലോ. അപ്പം എനിക്ക് ഇതിനുമായിട്ട് മെസ്സേജ് കുറേ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പം വണ്ടി ഓടുന്നുണ്ട്, പക്ഷേ വണ്ടി ഓടാതൊന്നിരിക്കുന്നില്ല, വണ്ടി ഓടുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലും വീഡിയോ എടുത്ത് എനിക്ക് ഇട്ടുത്താ, പക്ഷേ ആശാന് സമയമില്ലെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ പറ്റും? ശരിയാ, സഹായം ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ ഉണ്ടെങ്കിലല്ലേ അവനക്ക് അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം കാണിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടിപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് തോന്നിവാസങ്ങളൊക്കെ കാണിച്ച് കൂട്ടി കുറേ അണ്ണാച്ചി ബന്ധങ്ങളൊക്കെ ആയെന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പം ഇനിയിപ്പം വണ്ടി നീ ലാസ്റ്റ് എവിടെ നിന്ന് വന്നോ? മൈസൂരിൽ നിന്നല്ലേ വന്നേ? അപ്പം വണ്ടി ഇപ്പം നാട്ടിലുണ്ട്. അപ്പം നീ എന്നാ ഇനി വണ്ടിയോട്ട് പോന്നേ? ഇന്ന് പോണതുണ്ട്. മറ്റേ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനം പോയി, നഷ്ടപ്പെട്ടു. ഒരു മൈക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ ഓഡിയോ എന്തോ അതിന് പറയുന്നത്, ഓഡിയോ റെക്കോർഡിങ് ഇച്ചിരി പരിതാപകരമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ടാമത്തെ മൈക്കാണ് ഇപ്പം ഞങ്ങൾ ഇത് മേടിച്ചത്. ഇത് അത് വർക്കാവുന്നില്ല. അത് നിൻ്റെ സാധനമാണ്. എൻ്റെയാണ് എൻ്റെ ഈ സാധനം. അപ്പം എന്തോ പറയാൻ വന്നേ. അപ്പോൾ അത് വർക്കാവാത്തത് കൊണ്ട് ഇനിയിപ്പോൾ എന്തോ അവസ്ഥയെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പം രണ്ടാമത്തെ സാധനം മേടിക്കുന്നത്, വീണ്ടും ഇത് കംപ്ലയിൻറ്റ് എന്തോന്ന് അറിയത്തില്ല. അവൻ്റെ മൈക്കാണ് സത്യം പറഞ്ഞാൽ കംപ്ലയിൻ്റ് ആയത്, എൻ്റെ കുഴപ്പമൊന്നുമില്ല. അപ്പം വീഡിയോ ഇപ്പോൾ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് എൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ. അപ്പോൾ ഇനി ഒരു 2-3 മാസം ഇനി വീണ്ടും റെസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പം അതുവരത്തേക്ക് ആശാൻ കളത്തിലിറങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതുവരെയുള്ള ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യാത്രാനുഭവം വൈക്കാൻ തരാം. ഒറ്റയ്ക്കല്ലയോ, വീട്ടിലിരിക്കുക. എന്താ മറ്റേ ഇതാണോ, മറ്റേ ഇന്റർവ്യൂ ആണോടാ? അനുഭവം അറിയണമല്ലോ. ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ഉമ്മയാണ്. ബാബുജിയുണ്ട്, ബാബുജി ആണ്ട് ബാത്റൂമിലോട്ട് കയറിപ്പോയി. അപ്പം എങ്ങനെ ഇതുവരെയുള്ള അവസ്ഥ? ഒറ്റയ്ക്കുള്ള യാത്രയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായി? ബുദ്ധിമുട്ട് എന്താണ്? ബുദ്ധിമുട്ടുണ്ടായോ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്താ ബുദ്ധിമുട്ട്? പറയാ. മിണ്ടാനുള്ള ആരുമില്ലല്ലോ, വണ്ടി ഒറ്റയ്ക്ക് മിണ്ടാനുള്ള ആരുമില്ല. പിന്നെ പോയ സമയത്തൊന്നും എന്നെ വിളിച്ചിട്ടില്ല, അത് വേറെ കാര്യം. വിളിക്കുമ്പോൾ മൊത്തവും മറ്റേ ബംഗാളും തമിഴും എല്ലാം അവരുമായിട്ടാണ് ഭയങ്കര
കുക്കിങ്, ഫുഡ്, തീറ്റി 24 മണിക്കൂർ സംഭവം. വണ്ടി ഉള്ളപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കും. 24 മണിക്കൂർ എ സിയിലൊക്കെയാന്ന് ഞാൻ അറിഞ്ഞത്. നമ്മൾ വരുമ്പോഴത്തേക്ക് എ സിയിലുണ്ടോ പെട്രോള് മൈലേജ് ഇപ്പം ഫുൾ ടൈം എ സി ആണെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ബോസ്മ വിളിക്കുന്നു. എന്തോ ഇപ്പം ഇനിയിപ്പോൾ നാളത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ? ഇന്ന് പോയിരുന്നു, റെഡി ആയില്ല. പോണം. ആണോ? നാളത്തേക്ക് പോണം. എങ്ങോട്ടത്തേക്കാ? മൈസൂർ. ഇവനിപ്പം കുറച്ചാളുണ്ടേ, ഇവനിപ്പോൾ 2 മാസം കൊണ്ട് കേട്ടോമേ, ഇവനിപ്പോൾ 2 മാസം കൊണ്ട് മൈസൂരായി പിടിച്ചിരിക്കുന്നത്. എന്തോ അറിയത്തില്ല, ഇപ്പോൾ എന്തോ കാര്യമുണ്ട്. ഫുൾ ടൈം മൈസൂർ തന്നെ. അല്ല, തമിഴ്നാട്ടിൽ പോണം. അവിടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോണം. മംഗലാപുരത്തില്ല. മംഗലാപുരത്ത് പോണം. ഇല്ല, മറ്റേ കാട് വഴി, ബന്ദിപ്പൂർ കാട് വഴിയുള്ള യാത്ര. എല്ലാം ഫുള്ള് ആന, മയിലൊട്ടക്കം. അപ്പം എല്ലാവരും മെസ്സേജ് കിട്ടുന്നുണ്ടല്ലേ? എപ്പോഴും മെസ്സേജ് ഉണ്ട്. മെസ്സേജ് ഉണ്ട്. ലാസ്റ്റ് ആരാ നിനക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ എന്താ പരിപാടി എന്ന് പറഞ്ഞ എന്താ? മറ്റേ അത് എന്താ ഇപ്പൊ കാണാത്ത എന്താ? അതാരാ ചോദിച്ച ലാസ്റ്റ്? അത് ഇസ്മായിലോ? വാട്സ്ആപ്പ് മെസ്സേജ് എനിക്ക്. ആണോ? എന്ത് പറ്റും? ഓക്കെയാണ് ബ്രോ, ഓക്കെയാണ് ബ്രോ. ആയിക്കാ എപ്പോഴും മെസ്സേജ് ഇടുന്നുണ്ട് ഇസ്മായിൽ എന്ന് പറഞ്ഞ. ഇൻസ്റ്റാഗ്രാമിൽ കുറെ പോസ്റ്റ് ചെയ്യും എനിക്ക്. ആണല്ലേ? അങ്ങനെ നമുക്ക് അതെ നമ്മുടെ ചാനലിട്ട് കുറച്ച് പേര് നമ്മളെ അന്ന് തൊട്ടേ എന്നെ നീ ഇല്ലായിരുന്നല്ലോ. ഞാൻ തൃശ്ശൂർ പോയില്ലേ? തൃശ്ശൂർ പോയ സമയത്ത് ഒരു പയ്യനോട് വന്ന് നേരിട്ട് ഒന്ന് കാണാൻ വന്നു. അമ്മയായിട്ട് അമ്പലത്തിൽ പോയാൽ നമുക്ക് ഇറങ്ങി വന്ന് പൈപ്പൂണ്ട് പോയ സമയത്ത് അമ്പലത്തിൽ പോയാ അമ്പലത്തിൽ നട അടയ്ക്കുന്നത്. അതിന് മുന്നേ പറത്തി വന്നില്ല. നീ അന്ന് മറ്റേ വേറെ കുറെ വണ്ടിയായിട്ട് ബ്ലോക്കായിട്ട് നടക്കുമല്ലേ? അപ്പൊ ആ സമയത്ത് ചോദിച്ചു അവൻ ഇവനെ അന്വേഷിക്കുന്നു. എന്റെ അടുത്ത് തിരിച്ചോ അന്വേഷിക്കുന്നത്? എന്റെ അടുത്ത് തിരിച്ചും പറയും, ഇവന്റെ അടുത്ത് മറിച്ചും പറയും. അതാണ് വിഷയം. പിന്നെ കായംകുളത്ത് പയ്യൻ വന്നായിരുന്നു. ആണോ? പിന്നെ വണ്ടിക്ക് എന്തൊക്കെ ചെയ്തു ഇവിടെ വന്നിട്ട് ഞാൻ വരുന്ന വഴിക്ക് മറ്റേ തൂത്തുക്കുടി വരുന്ന വഴിക്ക് മറ്റേ നമ്മൾ കട്ടയിടാറിയതല്ലേ, അതിനായിട്ട് കല്ലടിച്ച് കയറി. കല്ലടിച്ച് കയറി കുളനട. ഞാൻ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സൈഡ് മിററൊക്കെ എന്തോയി, സൈഡ് മിറർ പൊട്ടിയൊരു കഥയുണ്ട്. അത് പൊട്ടിയെന്ന് വെച്ചാൽ ഞാൻ വരുന്ന വഴിക്ക് മറ്റേ ടിപ്പർ തട്ടിട്ട് പോയിന്. എന്താ അതിന് മിറർ മാറണം പോയിട്ട് റൈറ്റ് സൈഡിലെ മിറർ ടിപ്പർ ഒന്ന് അടിച്ച് കയറി പൊട്ടി എന്നാ പറയുന്നത്. ആർക്കറിഞ്ഞ് തല്ല് കിട്ടിയതാണോ, ഇനി നാട്ടുകാർ തല്ലി പൊട്ടിച്ചതാണോ, രാത്രിക്കല്ല എവിടെയെങ്കിലും കയറി നാട്ടുകാരെ രക്ഷപ്പെട്ടതാണോ, അവർ പ്രത്യാഘാതമാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. കളത്തിൽ ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. അത് മഴയല്ലേ? അതാ കഴുകി ഇല്ലില്ല, അത് ഉമ്മി അന്നാ കണ്ടത്. അത് ഉമ്മി അന്ന് കണ്ടതാ പറഞ്ഞത്. അതിനുശേഷം കഴുകുമ്പോൾ വീണ്ടും അതുപോലെ വീണ്ടും അവസ്ഥയായി. പിന്നെ ടയറ് പുതിയത് 2 പുറകെ മാറിയില്ലേ? റീസോളാണോ പുത്തനാണോ? ഇനി നമുക്ക് സ്റ്റെപ്പിന് നമ്മുടെ ഏതാ റീസോൾ ടയറാണ് കിടക്കുന്നത്? അപ്പൊ ഇനി പ്രത്യേകിച്ച് നമുക്ക് ഇനി ടയറിന്റെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എൻ്റെ കാലിൻ്റെ ഇത് റെഡി ആവാനായിട്ട് 2 മാസത്തേക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് എനിക്ക് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നോക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇട്ടത് ഇപ്പം വണ്ടി ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ, വണ്ടി ഓടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി ഞാൻ അങ്ങ് എടുത്തിട്ട് ഈ അവസ്ഥ അറിയിക്കാൻ വേണ്ടി, ദാരുണമായ അവസ്ഥ അറിയിക്കാൻ വേണ്ടി എടുത്തിട്ടതാണ്. കറക്റ്റ് 1 വർഷം ആയപ്പോഴത്തേക്കാണ് എനിക്ക് അടുത്ത പണി കിട്ടിയത്. അതിൻ്റെ പുറം പറയുന്നില്ല. അപ്പം ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ വണ്ടി ഓടുന്നുണ്ട്. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. കാരണം ഒറ്റയ്ക്ക് ഓടിക്കുന്നതിൻ്റെ അവസ്ഥ, സിറ്റുവേഷൻ, സാഹചര്യമാണ് ഇപ്പം ഞാൻ ബുദ്ധിമുട്ടിയല്ലേ പറ്റുമോ? പാമ്പ് പിടിച്ചോ ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ കഷ്ടപ്പെടല്ലേ പറ്റുമോ? ഇതിനിടയ്ക്ക് പലവട്ടം വരാൻ വന്നില്ല. പലവട്ടം വിളിച്ചോ വന്നില്ല. അപ്പം എന്തായാലും വണ്ടി ഇനിയിപ്പം നാളെ ഓട്ടം പറഞ്ഞിട്ടുണ്ടോ? നാളെ കിട്ടത്തില്ല. ആലപ്പുഴയും കൊള്ളവും ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നേരെ പെരുമ്പാവൂര് കാലിക്ക് പോകുന്നേ ഉള്ളൂ. നാളെ പോവും, ഞാൻ രാത്രി പോകും. അപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പം നാളെയോ അല്ലെന്നുണ്ടെങ്കിൽ ഓടാനാണ്. കാരണം ഇപ്പം ഞാൻ ഇല്ലെന്നും പറഞ്ഞ് പോടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം കുറച്ച് നാളത്തേക്ക് ഇനിയും 2-3 മാസത്തേക്ക് വീഡിയോ ചാൻസ് ഇടാൻ കുറവായിരിക്കും. ആവശ്യം ഫോൺ അടിക്കുന്നു. വീഡിയോ കുറവായിരിക്കും.
പക്ഷേ വണ്ടി ഓടുന്നുണ്ടായിരിക്കും. ഇതെൻ്റെ വാപ്പച്ചി. ഹലോ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ തിരക്കിലാണ്, ദയവായി വിളിക്കും. ഇന്ന് ഡിസ്ചാർജ് ആവും. ഇന്ന് ഡിസ്ചാർജ് ആയാൽ 2 മാസത്തേക്ക് പടക്ക കഥ കുദ്ദാഹ. എന്ത് ഇവിടെ ഞാൻ പോസ്റ്റ് വണ്ണം വെക്കുന്നതിൻ്റെ അല്ല വിഷയം, വീട്ടിൽ ഇരിക്കണം. ഈ റാട്ട് തുപ്പും കേട്ട് വീട്ടിൽ കിടക്കണമെന്ന് ഓർത്തിട്ട് വേറെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാഗ് എടുത്ത് ഞാൻ വീൽ ചെയറിലായാലും വരും കൊണ്ടുപോയേക്കണേ. അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം വണ്ടി ഓടാതിരിക്കത്തില്ല, വണ്ടി ഓടുന്നുണ്ട്, വണ്ടി ഓൾറെഡി ഓട്ടത്തിലാണ്, വീഡിയോ ഇല്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം കിടക്കുന്നതേ ഉള്ളൂ. അപ്പം ഒരു മാസം ഒറ്റയ്ക്ക് ഓടിയതിൻ്റെ എക്സ്പീരിയൻസ് ഇതിലുണ്ടല്ലോ. നമുക്കിപ്പം ടയർ 2 പുതിയത് മാറി, ടയർ 2 പുത്തൻ ടയർ ഇട്ട്. ഏതായിട്ടെ ജെക്ക് എത്രയായി ഒന്നിന്? 28. 2 ആ വെരി ഗുഡ്. പിന്നെ വേറെ ഞാൻ എന്തെങ്കിലും മാറിയായിരുന്നോ? വേറെ മാറി വെച്ചാൽ പിന്നെ വണ്ടിക്ക് വെള്ളത്തിന് ക്യാൻ ഒന്ന് എടുത്ത് മേടിച്ചു, വെള്ളം ബാക്കിൽ വെക്കാൻ ക്യാൻ മേടിച്ചു. പിന്നെ ഗിയർ ബോക്സിൻ്റെ കവർ മാറി. പിന്നെ നമ്മുടെ AC ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്ക് അതിനകത്തൊന്നും AC-ക്കകത്തുനിന്ന് ഒരു വെള്ളം പോലെ ഒരു വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ സീനൊന്നും ഇല്ല. വെള്ളം വന്നിട്ടൊന്നുമില്ല. പിന്നെ അല്ലാതെ നമ്മൾ മറ്റേ ഒരു ലീക്കിൻ്റെ മഴ പെയ്ത് ലീക്കിൻ്റെ വെള്ളം പോലെ വരുന്നുണ്ട്, നമ്മൾ മറ്റേത് ഒട്ടിച്ചില്ലേ? അതെല്ലാം കുഴപ്പമൊന്നുമില്ല. നോക്കിയോ? നോക്കി വെള്ളം നോക്കി നല്ല മഴത്തിൽ നമുക്ക് ഒഴിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. താഴത്തെ മാത്രമേ ഗ്ലാസ്സിന് ആ സീനുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അല്ല, മറ്റേ കോട്ടർ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് വെള്ളമൊന്നും വരുന്നില്ല. നേരത്തെ ഞങ്ങൾക്ക് കോട്ടർ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു വെള്ളത്തിന് ലീക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് തമിഴ്നാട് ചെന്നിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, സിലിക്കോൺ വെച്ച് എല്ലാം ചെയ്യുന്നത് വീഡിയോ ഇട്ട്. നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് വന്നപ്പോൾ ഓർമ്മയില്ലേ? തൂത്തുക്കുടിയിൽ നിന്ന് ഇട്ട വീഡിയോ ഇട്ടല്ലേ ലാസ്റ്റ്? ഉണ്ട് സിലിക്കോണിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അത് വെള്ളത്തിന് ലീക്ക് ഉണ്ടായിരുന്നു, സൈഡ് കോട്ടർ ഗ്ലാസും ഇതൊക്കെ. അപ്പം അത് മഴ പെയ്തല്ലായിരുന്നു, നീ വണ്ടി ഓടിച്ച് മഴ പെയ്തു. ആദ്യം ഞാനും മറ്റേ ബെല്ലാരി സമയത്ത് മഴ പെയ്തു, വെള്ളം വീണായിരുന്നു. നമ്മുടെ ആ ഇതില്ലേ ക്ലിപ്പ്, അത് മുറിക്കപ്പോൾ റെഡിയായി. താഴത്തെ ആണെങ്കിൽ ഗ്ലാസ് മുട്ടാത്തതിൻ്റെ ആയിരുന്നു, അത് കുഴപ്പമില്ല, അത് വീഴുന്നില്ല. അപ്പം പിന്നെ നമ്മുടെ ആകാശിനെയൊക്കെ വിളിക്കുന്നുണ്ടോ കർണാടകയിൽ? ആകാശിനെ എപ്പോഴും വിളിക്കും. ആകാശിനോട് പറയണം കേട്ടോ, അതിനെ വിളിച്ചപ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല. പ്രോയം കൊണ്ട് വന്നാ പറയുന്നത്, നമുക്ക് പോകാം പോലീസ് പോകാം. കർണാടകയിൽ നമുക്കൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആണോ ആകാശ്, ഞങ്ങൾക്ക് വണ്ടി പരിചയപ്പെട്ട. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആകാശിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. കന്നഡക്കാരനാണ്. അപ്പോൾ അവനെ കന്നഡ കുറച്ച് എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. കന്നഡ കുത്തിലെ കത്തി നീ ഏറെ കുത്തുന്നുണ്ട്. വേണ്ട ഞാൻ പഠിച്ചിട്ട് നീ പഠിച്ചാൽ മതി കേട്ടല്ലോ. അവൻ എൻ്റെ കറക്കരാ, നീ അതിലൊക്കെ അവിടെ നീ സ്നേഹിക്കണ്ട. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇനി തമിഴ്നാടൊക്കെ വിട്ട് ഞങ്ങൾ കർണാടകയിലോട്ടായി ഞങ്ങൾ. പിന്നെ നമുക്ക് പെർമനൻ്റായിട്ട് ഓട്ടം വരുമല്ലോ. കായംകുളത്തുനിന്നുണ്ട്, കോട്ടയത്തുനിന്നുണ്ട്. പക്ഷേ ഉള്ള കുഴപ്പം വെച്ചാൽ നമ്മൾ ഈ ബോക്സ് ഫുൾ സെറ്റ് ചെയ്ത് വെക്കണം. വണ്ടി ഫുള്ള് സെറ്റ് കയറ്റിയിട്ട് നമുക്ക് കെട്ടി പടതിട്ട് കൊണ്ടുപോകണം. അങ്ങോട്ട് വണ്ടി കാലുമായിരിക്കും, ഇങ്ങോട്ട് ആ സാധനം പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തിട്ട് നമ്മുടെ കൂടെ തന്നെ എടുത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്, ടീമൊക്കെ ഉണ്ട്. പുതിയതായിട്ട് വണ്ടി എടുത്ത് ഇറക്കാൻ പോകുന്നവരുണ്ട്, ഇറക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. 12. അപ്പം വണ്ടി ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഉള്ളവർക്ക് നമ്മൾ ഓട്ടം, ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഓട്ടം നമ്മൾ റെഡിയാക്കി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും പലരും എന്നെ വിളിച്ചിട്ട് ഇപ്പം ചോദിക്കുന്നുണ്ട്, വണ്ടി എങ്ങനെ ഓട്ടം ഉണ്ടോ, മുതലാണോ, ഓടും പറ്റുന്നുണ്ടോ എന്നൊക്കെ. നമ്മുടെ അവസ്ഥ വെച്ച് നമ്മൾ ഓടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറൊരാൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്, എല്ലാം കൊണ്ടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എടുക്കാനുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളിൽ നിന്നാവുന്ന സഹായം, അതായത് ഓട്ടം കാര്യങ്ങൾ മാക്സിമം ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വണ്ടി ഞങ്ങളെടുത്തതിന് ശേഷം കുറച്ച് പേര് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം, തൊടുപുഴ, മൂവാറ്റുപുഴ, കോട്ടയം, അവിടെയൊക്കെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം വണ്ടി എടുത്തിട്ട്, വണ്ടി 6 വീലൊക്കെ ഉണ്ട്, 6 വീലുണ്ട്. അപ്പോൾ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓട്ടം റെഡിയാക്കി എനിക്ക് ഇൻസ്റ്റയിൽ അവരെല്ലാം മെസ്സേജ് ഇടുന്നത് കേട്ടോ. ഞാൻ എല്ലാവർക്കും മെസ്സേജ് ഇടുന്നുമുണ്ട്. അപ്പം അവർക്കൊക്കെ ഓട്ടം ഞാൻ റെഡിയാക്കി മാക്സിമം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഓട്ടം പെർമനൻ്റ് ഓട്ടം വരുന്നുണ്ടല്ലോ അത്. അപ്പോൾ ഈ കാലും കൂടെ ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം അത് തന്നെ റെഡിയായതിന് ശേഷം ഓട്ടം എടുക്കാനുള്ള ഇതാണ്. പിന്നെ വേറെ വണ്ടി എടുക്കാൻ പ്ലാൻ ഉള്ളവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്? നമ്മുടെ വണ്ടി പുതിയ എടുക്കണമെന്നേ പറയത്തുള്ളൂ. പുതിയ ഇപ്പോൾ എടുക്കണ്ട.
അവ എടുക്കുവാണെങ്കിൽ സ്വന്തം സ്വന്തമായിട്ട് ഓടണം. അവർ ഡ്രൈവറായിട്ട് ഓടണം. ഡ്രൈവറെ വെച്ച് ഓടിക്കരുത്. വെച്ച് ഓടിച്ചാൽ മോലാവത്തില്ല. പിന്നെ അത് മാത്രമല്ല എല്ലാവരും ചെയ്യുന്നത് വണ്ടി ഓട്ടം ഉണ്ടോ ലാഭം ഉണ്ടോ അത് മാത്രം ചോദിക്കരുത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ലാഭം കാര്യങ്ങളും വിട്ടിട്ട് ഇതിൻ്റെ കുറച്ച് റിസ്ക്കും കാര്യങ്ങളുണ്ട്. അതിനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് പണി കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പം ഒരു പുള്ളി വിടാതെ ഞങ്ങൾ കറക്റ്റ് പക്ക എങ്ങനെയൊക്കെയാണോ ഞങ്ങൾ അനുഭവിക്കുന്നത് അത് പക്ക വീഡിയോ ഞങ്ങൾ എടുക്കാൻ നോക്കുന്നത്. അതിപ്പം ടാർപ്പ് കെട്ടുന്നതിനായാലും അതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്, ടാർപ്പ് കെട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വണ്ടി പോകുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ടാർപ്പ് എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ അത് ഓടിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ഫുള്ള് കാണുന്ന വേറൊന്നിനുമല്ല, ആ റിസ്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതെ. പിന്നെ പുത്തൻ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനാൻസ് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ബൈഹാൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ പുത്തവണ്ടി എടുക്കാവും, നിൽക്കാവും. കുറച്ച് പൈസ കയ്യിൽ എപ്പോഴും ഇൻവെസ്റ്റ് കൈ വേണം. പിന്നെ ഓട്ടം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സീനില്ല. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഓട്ടം കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഓട്ടം കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സീനില്ല, അതൊക്കെ നമ്മൾ റെഡിയാക്കി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഓട്ടം കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ റെഡിയാക്കി എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും റെഡിയാക്കി തരാം. ആരും പേടിക്കണ്ട. അപ്പം ഇനിയിപ്പം വീഡിയോ 2-3 മാസത്തേക്ക് വീഡിയോ കാണത്തില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അറിയില്ല, നമുക്ക് മാക്സിമം എടുക്കാനുള്ള വഴി എന്തെങ്കിലും ഒപ്പിക്കാം. പിന്നെ ആരെങ്കിലുമൊക്കെ വരുമല്ലോ, വരുമ്പോൾ അങ്ങനെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം, വകുപ്പ് വല്ലതും ചെയ്യാം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് തിരിച്ചു വരാം. അപ്പം വണ്ടി ഓടാതിരിക്കുന്നില്ല, വണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഇനി വണ്ടി വഴി വെച്ചായാലും കാണുവാണെന്നുണ്ടെങ്കിൽ നീ ഒരു ഫോട്ടോ എടുത്ത് നീ ഇട്ട് തന്നാൽ മതി, ഞാൻ അങ്ങ് ഇട്ടോളാം. അതെങ്കിലും ചെയ്യാമല്ലോ, ഒരു ഫോട്ടോയെങ്കിലും നമുക്ക് റീലിടാം. അപ്പോൾ 2-3 മാസത്തേക്ക് ഇനി വീണ്ടും വീഡിയോ കുറച്ച് ഡിലേ ആയിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സാവകാശം വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയില്ല. ചായ തണുത്ത് കൂടെ കുടി കുടിച്ചോളാം. അപ്പം സന്ധിക്കും വരെ വണക്കം. അപ്പം ഈ സാധനം ഒന്നാണ്ട് ഇനി പോയിട്ട് ഇത് ഇടണം. ഇതിട്ട് വേണം ചെയ്യാൻ. ഇവിടെയാണ് എനിക്ക് മുട്ടിൻ്റെ ഇവിടെ എനിക്ക് ഓപ്പറേഷൻ ചെയ്തത് ആ ഭാഗത്താണ്. അത്രയേ ഉള്ളൂ. എന്തോമേ അത് മറ്റേതുപോലെ നീളത്തേക്ക് കയറിയിരിക്കുകയാണ്, കുഴപ്പമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കേൾക്കുന്നില്ല, നീ ഒറ്റ മൈക്കുള്ള. അതായത് ചുമ്മാ കാണിക്കുക, ഇതായത് പറ്റിക്കാൻ വേണ്ടി ഇവൻ ചുമ്മാ എന്നെ അറിയിക്കാൻ ഹോസ്റ്റലിൽ കൊണ്ട് കിടന്നിട്ട് കാണിക്കുകയാണ്. തുറന്നാണിയത്തില്ല മനസ്സിലായി, തുറന്നാണിയത്തില്ല. ഞാൻ ഒരു തുറന്ന് കാണിക്കത്തില്ല. പിന്നെ ഞാൻ ഇത്രയും ഡ്രാമ ഒപ്പിച്ച് സെറ്റ് ചെയ്തതും പോരാ, ഈ തുറന്ന് കാണിക്കണം അതൊന്നുമില്ല. ഇവിടെ ഒരു 3 മാസം വീട്ടിൽ നിൽക്കണം, അതിന് മുട്ടാൻ പരിപാടി പ്ലാൻ ചെയ്തേക്കാം. എനിക്ക് നന്നാവണം ഗൈസ്. ഞാൻ ഭയങ്കര ശാരീരികമായി ഞാൻ മെലിഞ്ഞിരിക്കുക. അപ്പോൾ നന്നാവാൻ വേണ്ടി ഞാൻ എടുത്ത പ്ലാനാണ്. നന്നായിക്കൊണ്ടിരിക്കുക, നല്ലപോലെ ഒന്നുകൂടെ എൻ്റെ വെയിറ്റ് കുറഞ്ഞേറ്റെ, ഞാൻ മുഴുപ്പട്ടിടിയായി. അപ്പം പൂർവാധികത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. ഞങ്ങൾ പരിപാടി ഫീൽഡ് വിട്ടിട്ടൊന്നുമില്ല, വിടാൻ ഉദ്ദേശവും ഇല്ല. വീട്ടിൽ നിന്ന് ഭയങ്കര വിഷയമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ എപ്പോഴും വന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ടിന്, കുഴപ്പമില്ല. ഇവിടെ വലിയ വിഷയം ഭൂമി ഉറപ്പിച്ചിരിക്കുക, ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞിരിക്കുക വണ്ടി മാറ്റിയിട്ട് കുഴപ്പമില്ല. എന്നോട് പറഞ്ഞു ഇനി ഇറങ്ങിയേക്കല്ലോ പോയേക്കല്ലത്. ഞാൻ പറഞ്ഞില്ല, മാറ്റുമോ, ഞാൻ ട്രാവലർ എടുക്കാൻ പോവാ. അതിൻ്റെ പേരും പറഞ്ഞ് ഒരു വർഷം നിർത്താം, കുഴപ്പമില്ല. പുതിയ ട്രാവലറൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടി 19 വീല് ട്രാവലർ ഞങ്ങൾ പുതിയ ഒരെണ്ണം നോക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുവരെ ഞങ്ങൾ തൽക്കാലം ഇങ്ങനെ നിൽക്കണമെന്ന് വിചാരിച്ചു. 2 വർഷത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പുതിയ ട്രാവലർ എടുക്കുക, 19 വീല് വെയിറ്റിംഗാണ്. അപ്പോൾ ഫസ്റ്റ് ലോഞ്ച് ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വീഡിയോ 2 മാസം പ്രതീക്ഷിക്കാം. 2 മാസം കഴിഞ്ഞ ഉടനെ ഇനി നമുക്ക് പ്രത്യേകിച്ച് ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോഴത്തേക്ക് നമുക്ക് നേപ്പാൾ ട്രിപ്പുണ്ട്. നേപ്പാൾ ട്രിപ്പ് ഓൾറെഡി വന്നു, ഞങ്ങൾക്ക് നേപ്പാളിലെ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് കാരണം നേപ്പാൾ ട്രിപ്പ് വന്നത് എൻ്റെ സർജറിയുടെ തലേന്ന്. അതെ തലേ ദിവസം കൊല്ലത്തുനിന്ന് ഞങ്ങൾക്ക് ഡയറക്റ്റ് നേപ്പാളിലേക്ക് ഞങ്ങൾ ട്രിപ്പ് വന്നായിരുന്നു. അത് ക്യാൻസലായി. ഞാൻ ഒറ്റയ്ക്ക് അവനെ വിടുവോ, ഞാൻ സമ്മതിക്കുമോ? കണ്ടോണോ, മനസ്സിലായി ഇപ്പം ഇത്ര മതി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആപ്പിളുണ്ട്, കാശ്മീരുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ കണക്ട് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യം. അപ്പോൾ വണ്ടി ഓടാതിരിക്കുന്നില്ല, വണ്ടി ഓടും. യെസ്, ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോയ്ക്ക് ചെറിയ ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇത്രയും ആയതുകൊണ്ട് ചെറിയൊരു
ഡിലേ അത്രേ ഉള്ളൂ. ആ അത്രേ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടൊന്നും ഇല്ല. കാണിച്ചു തന്നു അവിടെ വരെ. ആ അതുകൊണ്ട് അവിടെ വരെ. ആ ഇവിടെ തൊട്ട് ഇവിടെ വരെ. ആ അത്രയും സ്റ്റിച്ചാ. ആ അത്രയും അവർ റെഡി ഇതാക്കിയിരിക്കുക. ആ സ്റ്റാപ്ലർ ഉദ്ദേശിച്ചത്, പക്ഷെ അവർ സ്റ്റിച്ചായിട്ടതാണ്. സ്റ്റാപ്ലർ ഉദ്ദേശിച്ച സ്റ്റാപ്ലർ പെട്ടെന്ന് കരിയാവും വായിലോട്ട് വെച്ച് കഴിയാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ റെഡിയാക്കാം. അപ്പം ഓക്കെ. നീ അത് പൊക്കുന്നേ ബാക്ക് വശമാവും, ഹൈറ്റ് കൂട്ടുവാങ്ങും. നടക്കും. എന്നെ ഓടിക്കല്ലേ, ഇങ്ങനത്തെ ഓടിക്കല്ലേ. ഇതിപ്പോൾ ഇതിന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ കൂടെ ബില്ല് ചേർക്കാനുള്ള 18 പണി ഒന്ന് നോക്കുക. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇത് ഫുൾ ഒടിച്ച് ഇതിൻ്റെ കൂടെ ബില്ല് അവർ തരും. ഈ കാട്ടിൽ 4 ഒടിച്ച് കളിക്കണോ? നീ മടക്കി കളിക്കണോ? കൊള്ളാം കേട്ടോ. ശരി. വന്നോ? ആ വന്നു വന്നേ, വണ്ടി വന്നേ, അങ്ങോട്ട് വാ.